എല്ലാവർക്കും നമസ്കാരം. രാജ്യമെന്ന് 77-ാം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുകയാണ്. അതിവിപുലമായി റിപ്പബ്ലിക് ദിന സന്ദേശം നൽകുന്നതിന് 77-ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുകയാണ്. എല്ലാ ജനുവരി മാസം 26-ാം തീയതിയും ഒരാഘോഷം എന്നതിലപ്പുറം നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡതയും യൂണിറ്റിയും ഒക്കെ ഓർമ്മിപ്പിക്കുന്ന ഒരു ദിനം കൂടെയാണ്. നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യം ലഭിച്ചു എന്നതുകൊണ്ട് എല്ലാം പൂർണ്ണമായി എന്നർത്ഥമല്ല ഉള്ളത്. നമ്മുടെ രാജ്യത്തിന് നിയമപരമായ എല്ലാ പരിരക്ഷയും ലഭിക്കുകയും നമ്മുടെ രാജ്യത്തുള്ള ഓരോ വ്യക്തികൾക്കും നിയമപരമായ പരിരക്ഷ ലഭിക്കുക, ജനാധിപത്യ പ്രക്രിയ നടപ്പിലാക്കുക എന്നതിൻ്റെ ഭാഗമായിട്ടാണ് ജനുവരി മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രങ്ങളിലൊന്നാണ് നമ്മുടെ ഇന്ത്യ. അമേരിക്കയും ഓസ്ട്രേലിയയും ഒക്കെ തന്നെ ജനാധിപത്യ രാഷ്ട്രങ്ങളാണെങ്കിൽ പോലും ഇന്ത്യക്കൊരു പ്രത്യേകതയുണ്ട്. ഇന്ത്യയുടെ അലങ്കാരം എന്ന് പറയുന്നത് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നതാണ്. ഡൈവേഴ്സായിട്ടുള്ള വിവിധ സംസ്കാരം, വിവിധ ഭാഷ, വിവിധ ജനവിഭാഗം എന്നത് ഒരു മനുഷ്യന്റെ പൂർണ്ണമായ വളർച്ചയിലെത്തിക്കുന്ന ഒരു ഘടകം കൂടിയാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾ സമൂഹത്തിലേക്ക് കൊടുക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ റിപ്പബ്ലിക് ദിനത്തിൽ നിങ്ങൾ അതൊരു പ്രതിജ്ഞയായിട്ട് എടുക്കേണ്ടതുണ്ട്. നമ്മൾ നമ്മുടെ സമൂഹത്തിൽ കാണുന്ന നല്ല കാര്യങ്ങളെ മാത്രം ഉയർത്തിപ്പിടിക്കാനായിട്ട് ശ്രമിക്കുക. നല്ല മുതിർന്ന ആളുകളെ ബഹുമാനിക്കാനായിട്ട് ശ്രമിക്കുക. സമയനിഷ്ഠ പാലിക്കുക. അതുപോലെ സത്യസന്ധമായി പെരുമാറുക. സത്യം മാത്രം പറയുക. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഒന്നിച്ച് ചെയ്യുക. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ നിങ്ങൾ നമ്മുടെ രാഷ്ട്രത്തിൽ മുന്നോട്ട് ഒരുപാട് പരിരക്ഷിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ ഓരോരുത്തരും നിർത്തേണ്ട കാര്യം നമ്മുടെ അവകാശങ്ങളെ കുറിച്ച് മാത്രം അറിയുമ്പോൾ അതിനാൽ മാത്രം പോലെ നമ്മൾ നമ്മുടെ കടമയെ കുറിച്ച് കൂടെ അറിയുന്നുണ്ട്. ഇന്ന് ചരിത്രത്തിൽ നമ്മുടെ രാഷ്ട്രത്തിന്റെ ആഘോഷിക്കുമ്പോൾ നമ്മുടെ എല്ലാ റിപ്പബ്ലിക് ആഘോഷവും രാജ്യത്തിന്റെ ലോകത്തിന്റെ പല സ്ഥലങ്ങളിൽ നിന്നും രാജ്യത്തിന്റെ പ്രസിഡന്റ് വളരെ പ്രധാനപ്പെട്ട പങ്കെടുക്കുന്നത്. ഇന്ന് ആരാണ് പങ്കെടുക്കുന്നത്? ഇന്തോനേഷ്യൻ പ്രധാനമന്ത്രിയാണ് ഇന്ന് നമ്മുടെ അതിഥിയായി. നമ്മളുടെ രാഷ്ട്രം 77-ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്ന വേളയിൽ നമ്മൾ പ്രധാനമായും നിങ്ങളാണ് ഭാവിയിലെ രാഷ്ട്ര സംരക്ഷകരായി മാറുന്നത്. അപ്പോൾ ആ സ്ഥലത്ത് രാഷ്ട്രത്തിൻ്റെ അഖണ്ഡതയും ഐക്യവും ഒക്കെ ഊട്ടിയുറപ്പിക്കാനുള്ള വ്യക്തികളാണ് നിങ്ങൾ. അപ്പോൾ അതിനുവേണ്ടി ആത്മാർത്ഥമായി എല്ലാവരും പ്രവർത്തിക്കണം. അതോടൊപ്പം തന്നെ പ്രധാന ഇപ്പോൾ സൈന്യത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇപ്പോൾ തൽക്കാലം 2 വർഷത്തേക്ക് NCCയിൽ സേവനം ചെയ്യുന്ന ഹർവിൽദാർ രാജ്മണി ഓജ സാറാണ്. ടീച്ചർ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളിവിടെ अभी मैं थोड़ा हिंदी में बोलूँगा, इसलिए मेरे को क्योंकि मलयाली आती नहीं है, न ज़्यादा इंग्लिश आती है। मैं यही बताऊँगा कि
चाहे कैडेट हो चाहे स्टूडेंट हो, आप अपने देश के लिए, कंट्री के लिए कुछ एक्स्ट्रा करके दिखाना है। ठीक है। आप आगे के आने वाले फ्यूचर हो, भविष्य हो, आपको इंडिया को रिप्रेजेंट करना है और अच्छा काम करना है ताकि अपने इंडिया का वर्चस्व और आगे बढ़े और आगे प्रोग्रेस हो, ताकि देश और आगे डेवलप करे। थैंक यू। जय हिंद, जय भारत। പിറന്ന മണ്ണിനോട്, പിറന്ന മണ്ണ് നെഞ്ചോട് ചേർത്തുകൊണ്ട് നമ്മുടെ രാജ്യത്തെ കാത്തു സൂക്ഷിക്കുന്ന ബ്രണൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളെ, അധ്യാപകരെ, എച്ച്എം, പ്രിൻസിപ്പൽ, എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ റിപ്പബ്ലിക് ആശംസകൾ നേർന്നു. ജയ് ഹിന്ദ്. 77ാം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുകയാണല്ലേ. നമ്മൾ ന്യൂ ഇയറിന് എല്ലാവരും ഒരു തീരുമാനമെടുക്കും. അത് നമ്മുടെ വ്യക്തിപരമായ തീരുമാനങ്ങളായിരിക്കും. പക്ഷെ നമുക്ക് ഓരോ റിപ്പബ്ലിക് ദിനത്തിലും നമ്മുടെ രാജ്യത്തിന്, നമ്മുടെ സമൂഹത്തിന് എന്ത് നൽകാൻ പറ്റും എന്നതിന്, നമ്മളാൽ കഴിയുന്നത് എന്ത് ചെയ്യാൻ പറ്റും എന്നതിൽ നമ്മൾ ഓരോ വോളണ്ടിയേഴ്സും, നമ്മൾ ഓരോ വിദ്യാർത്ഥികളും ഒരു തീരുമാനം എടുത്തിരിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം നമ്മൾ ഭാവിയിൽ ഈ രാജ്യത്തെ നയിക്കേണ്ടവരാണ്. നയിക്കേണ്ടവരെന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും ഓരോ സ്ഥാനത്ത് നിന്ന് നയിക്കുകയല്ല, നമ്മൾ ഓരോ വ്യക്തിയും നമ്മുടെ വീടിനെ പോലും നയിക്കുന്നവരാണ് അല്ലെ. അപ്പൊ നമ്മൾ എവിടെയെങ്കിലും നയിക്കപ്പെടുന്നവരാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നയിക്കുകയും നയിക്കപ്പെടുന്നവരുമാണ്. അപ്പൊ നമ്മുടെ തീരുമാനങ്ങൾ അടിയുറച്ചതാകണം. അത് രാജ്യത്തിന് വേണ്ടി കൂടി ഉള്ളതായിരിക്കണം. നമ്മുടെ ഭരണഘടന 47 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. പക്ഷെ കുറച്ച് കഴിഞ്ഞാണ് നമുക്ക് ഭരണഘടന വരുന്നത്. വൈവിധ്യങ്ങളുടെ കലവറയായ നമ്മുടെ രാജ്യത്തിന് ഇത്രയും കരുത്തുറ്റ ഒരു ഭരണഘടന ഇല്ലെങ്കിൽ നമ്മുടെ രാജ്യം ഇപ്പൊ ഇങ്ങനെ ഉണ്ടാവില്ല. അതാരെ പറയാനുള്ളത്, നമ്മുടെ തൊട്ടടുത്തുള്ള 3 രാജ്യങ്ങൾ, ബംഗ്ലാദേശും നേപ്പാളും ശ്രീലങ്കയും തകർന്നു പോകുന്നതിന് ഒരു കാരണം സോഷ്യൽ മീഡിയ വഴിയുള്ള ശിഥിലീകരണമായിരുന്നു. AI ശിഥിലീകരണം. AI സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്യുകയും അതിലൂടെയാണ് അവരുടെ ജനസംരക്ഷണം വരികയും ആ രാജ്യം 3 രാജ്യങ്ങൾ തകരുന്നതിന് കാരണമായത്. അതുകൊണ്ട് എനിക്ക് ഏറ്റവും ഈ റിപ്പബ്ലിക് ദിനത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത്, നമ്മുടെ എല്ലാ സാങ്കേതിക വിദ്യയെയും ശിഥിലീകരണത്തിന് ഉപയോഗിക്കാതെ നമ്മുടെ രാജ്യത്തിന്റെ ഇവിടുത്തെ പ്രിൻസിപ്പൽ സൂചിപ്പിച്ചതുപോലെ റിപ്പബ്ലിക് ദിനം ആന്തരികമായ നമ്മുടെ ശക്തിയെയും നമ്മുടെ ഫിസിക്കലായ സ്ട്രെങ്തിന്റെയും ഒരു പ്രകടനമാണ്, എക്സ്പ്രഷനാണ്. അത് ഇന്ന് നിങ്ങളുടെ ഒരു പ്രതിജ്ഞയാക്കിക്കൊണ്ട് നമ്മുടെ എല്ലാ സാങ്കേതിക വിദ്യയെയും എല്ലാ നീക്കങ്ങളും, സോഷ്യൽ മീഡിയ നീക്കങ്ങളും നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് എല്ലാവരും ആ രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ജയിക്കുന്നത് ജനുവരി 26, 1950 ഇന്ത്യക്ക് ഒരു ഭരണഘടന ഉണ്ടാകുന്നത്. അതോടുകൂടിയാണ് ഇന്ത്യ റിപ്പബ്ലിക് ആവുന്നത്. ലോകത്തെ ഏറ്റവും വലിയൊരു ഭരണഘടനയാണ് ഇന്ത്യക്കുള്ളത്. നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശിക്കുന്നുണ്ട് ജനാധിപത്യ, മതേതരത്വ, റിപ്പബ്ലിക്കൻ സ്റ്റേറ്റ്. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ പലതരത്തിലുള്ള ചാലഞ്ചസ് നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും നമുക്കെന്താണ് പലതരത്തിലുള്ള വെല്ലുവിളികൾ നേരിടുകയാണ്. എൻ്റെ പൊന്നു മക്കളെ, നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞിട്ട്, ഇന്ന് ഇന്ത്യ നേരിടുന്ന ഒരുപാട് വെല്ലുവിളികളുണ്ട്. അതിൽ മതേതര വർഗീയ പ്രശ്നങ്ങളുണ്ട്, അതുപോലെ തന്നെ തീവ്രവാദമുണ്ട്. അതുപോലെ തന്നെ തീവ്രവാദത്തിൻ്റെ ഒരു പ്രധാന ഘടകമായിട്ട് നമുക്ക് കണക്കാക്കാം നമ്മളുടെ യുവാക്കളെ വഴിതെറ്റിക്കുന്ന മയക്കുമരുന്നിന് അടിമകളാക്കുന്നു. ഒരു രാജ്യത്തിൻ്റെ വികസനത്തിന് ഏറ്റവും പ്രധാനമായൊരു ഘടകമാണ് ആ രാജ്യത്തെ ഹ്യൂമൻ റിസോഴ്സ്. 15 മുതൽ 59 വരെ പ്രായമുള്ള ജനതയാണ് നമുക്ക് ആവശ്യമുള്ളത്. അധ്വാനിക്കുന്ന വിഭവശേഷി ഒരു രാജ്യത്തിൻ്റെ വളർച്ചയാണ്. എന്നാൽ നമ്മുടെ മക്കൾ ഇപ്പം പലതരത്തിലുള്ള മയക്കുമരുന്നിന് അടിമയായി പോവുകയാണ് ചെയ്യുന്നത്.
നമ്മൾ അവകാശത്തിന് വേണ്ടി പലപ്പോഴും നമ്മൾ എന്താണ് പോരാടിക്കൊണ്ടേയിരിക്കും. അവകാശത്തെ പോലെ തന്നെ പ്രതിപാദിക്കുന്നൊരു കാര്യമാണ് നമ്മുടെ കടമകൾ. പലപ്പോഴും നമ്മുടെ കടമകൾ നമ്മൾ മറന്നു പോവുകയാണ് ചെയ്യുന്നത്. ഒരു രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുക, അവിടെ എന്താണ് മതേതരത്വം പ്രവർത്തിക്കുക. നമ്മുടെ രാജ്യം ഒരു ഹിന്ദുവിൻ്റെയോ ഇല്ലെങ്കിൽ ഒരു ഇസ്ലാമിൻ്റെയോ ഒരു ക്രിസ്ത്യാനിയുടെയും രാജ്യമല്ല, മതേതരത്വ രാജ്യമാണ്. ഇവിടെ വരുന്ന ഹിന്ദുക്കളും ഇസ്ലാം വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും ക്രിസ്ത്യാനികളും ഒക്കെ മൈഗ്രേറ്റ് ചെയ്ത ആൾക്കാരാണ്. വൈവിധ്യങ്ങളുടെ ഇന്ത്യയാണ് ഇന്ത്യ. അതാണ് ഇന്ത്യയുടെ ഒരു പ്രത്യേകത. അപ്പം നിങ്ങൾ ഇനി തന്നെ എന്താണ് ഇതിനൊരു തീരുമാനമെടുക്കണം. ഇതൊരു ഗ്രേസ് മാർക്കിന് മാത്രമായിട്ട് NCCയും JRCയും NSSും അതുപോലെ തന്നെ നമ്മുടെ ഗൈഡ്സും അങ്ങനെയുള്ള ആൾക്കാരും ഒരു ഗ്രേസ് മാർക്കിന് മാത്രം നിങ്ങൾ ഇന്ന് വരണല്ലോ എന്ന് വിചാരിച്ചിട്ട് ആകാൻ പാടില്ല. ഇതിന് ശേഷം നിങ്ങളുടെ ദേശീയത ഉണ്ടായിരിക്കണം. രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ ഏർപ്പെടാൻ പാടില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഇതിൽ പ്രതികരിക്കണം. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ എന്താണ് നിങ്ങളിതിലേക്ക് ഉണ്ടാക്കിയെടുക്കണം. അപ്പം നമ്മൾ ഐക്യം അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുക, വർഗീയതയ്ക്കെതിരായി പോരാടുക. നമ്മൾ എന്താണ് മതത്തിന് എതിരായിട്ട് നമ്മളെന്താണ് പിന്നെ മതേതരത്വത്തിന് വേണ്ടിയിട്ട് പോരാടുക. അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ ചെയ്യാനായിട്ട് പാടില്ല. മഹാന്മാരായിട്ടുള്ള നേതാക്കന്മാരും അതുപോലെ അർപ്പിച്ചുകൊണ്ട് നമുക്ക് നേടിയെടുത്ത ആ സ്വാതന്ത്ര്യത്തെ നമ്മൾ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കാൻ നാം ഓരോ ഭാരതീയനും ബാധ്യസ്ഥരാണ്. ഇപ്പം നമ്മുടെ രാജ്യത്തിന്റെ അഖണ്ഡതയും വിഘടനവാദവും വർഗീയതയും അതുപോലെ തന്നെ ജാതി വ്യവസ്ഥക്കെതിരെ അണിനിരന്നുകൊണ്ട് രാജ്യം ഒറ്റക്കെട്ടാണ് എന്നുള്ള ഒരു സന്ദേശം നമ്മളെല്ലാവരിലും ഉണർത്തിയെടുക്കുക എന്നതാണ് ഈ റിപ്പബ്ലിക് ദിനത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം. അതുകൊണ്ട് തന്നെ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ റിപ്പബ്ലിക് ദിനത്തിന്റെ വിശിഷ്ട അതിഥിയായിട്ട് എത്തിച്ചേർന്ന ഹവിൽദാർ ശ്രീ ഓജ സാർക്ക് പ്രത്യേക നന്ദി അറിയിക്കുകയാണ്. സന്ദേശങ്ങൾ അറിയിച്ചുള്ള ബഹുമാനപ്പെട്ട ഹെഡ് മിസ്ട്രസ് ശൈലജ ടീച്ചർ, അതുപോലെ തന്നെ SMC ചെയർമാനായുള്ള ശ്രീ ശിവദാസൻ സാർ, മദർ PTA പ്രസിഡന്റായുള്ള ശ്രീമതി ജാനി ടീച്ചർ എന്നിവർക്കും പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുകയാണ്. अधिनायक जय हे भारत भाग्य विधाता, पंजाब सिंध गुजरात मराठा द्राविड उत्कल गंगा, विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा, तव शुभ नामे जागे तव शुभ आशीष माने, गाहे तव जय गाथा, जय तन मंगलदायक जय हे भारत भाग्य विधाता, जय हे जय हे जय हे जय 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 हे। എല്ലാവരും